Hi all. Today we are moving to another important area in anatomy, that is endocrine system. Endocrine system, before going into the endocrine system, നമ്മൾ എന്താണ് endocrine glands? What are endocrine glands? അപ്പോൾ നമ്മുടെ ബോഡിയിൽ 2 types of glands ആണുള്ളത്. എക്സോക്രൈൻ ഗ്ലാൻസും ഉണ്ട്, എൻഡോക്രൈൻ ഗ്ലാൻസും ഉണ്ട്. അപ്പോൾ എൻഡോക്രൈൻ ഗ്ലാൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. എൻഡോക്രൈൻ ഗ്ലാൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂൾ ക്ലാസ്സിൽ നമ്മൾ 10th-ലും 9th-ലും ഒക്കെ സയൻസ് പഠിച്ചിട്ടുള്ളവരും കേട്ടിട്ടുള്ളതാണ്. എൻഡോക്രൈൻ ഗ്ലാൻസ് എന്ന് പറഞ്ഞാൽ ദേ ആർ ഡക്റ്റിലസ് ഗ്ലാൻസ് ആണ്. ഡക്റ്റിലസ് മീൻസ് എന്താണ്? നമ്മൾ ഇപ്പം ഡക്റ്റഡ് ഗ്ലാൻസും ഉണ്ട് നമ്മുടെ ബോഡിയിൽ, ഡക്റ്റിലസ് ഗ്ലാൻസും ഉണ്ട്. ഇപ്പം നമുക്കറിയാം, നമ്മൾ ബ്ലഡ് ആയാലും ലിംഫ് ആയാലും ഒരു ബ്ലഡ് വെസൽസിലൂടെയാണ് പോകുന്നത് അല്ലെ, ഒരു ക്ലോസ്ഡ് ഡക്റ്റിൽ കൂടാണ് ഒഴുകുന്നത് അല്ലെ. അതിനെയാണ് ഡക്റ്റഡ് എന്ന് പറയുന്നത്. അതായത് ചെറിയ കുഴലുകളിലൂടെ പോകുന്നതാണ് ഡക്റ്റഡ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മുടെ ഡക്റ്റഡ് ഗ്ലാൻസ് അല്ലെങ്കിൽ എക്സോക്രൈൻ ഗ്ലാൻസ് ആണ് പൊതുവേ നമ്മുടെ ബോഡിയിൽ 2 types ഓഫ് ഗ്ലാൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, എക്സോക്രൈനും എൻഡോക്രൈനും. അതിൽ നമ്മൾ പല സിസ്റ്റംസ് പഠിച്ചപ്പോഴും ഡിഫറെന്റ് ഗ്ലാൻസ് പറഞ്ഞു. അപ്പൊ എക്സോക്രൈൻ ഗ്ലാൻസ് നമ്മുടെ ബോഡിയിലുണ്ട്, ലൈക്ക് സലൈവറി ഗ്ലാൻഡ്, സ്വെറ്റ് ഗ്ലാൻഡ്, സെബേഷ്യസ് ഗ്ലാൻസ്, പിന്നെ നമ്മുടെ ഗ്യാസ്ട്രിക് ജ്യൂസസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻസ്. അപ്പൊ ഇതെല്ലാം ചെറിയ കുഴലുകളിലൂടെയാണ് ഇവരുടെ സെക്രീഷൻസ് വരുന്നത്. സലൈവ ആയാലും മെമ്മറി ഗ്ലാൻസിൽ നിന്ന് മിൽക്ക് ആയാലും ചെറിയ ചെറിയ കുഴലിലൂടെയാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ദാറ്റ് ഗ്ലാൻസ് ആർ കോൾഡ് ഡക്റ്റഡ് ഗ്ലാൻസ്. അപ്പൊ ഡക്റ്റിലസ് ഗ്ലാൻസ് എന്താണ്? അവരുടെ സെക്രീഷൻസ് എന്ന് പറഞ്ഞാൽ ദേ പോർ ഡയറക്ട്ലി ഇൻ ടു ദ ബ്ലഡ് ആണ്, ബ്ലഡിലൂടെയാണ് അവരുടെ സെക്രീഷൻസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഡക്റ്റഡ് ഗ്ലാൻസ് ആയിട്ടുള്ള എക്സോക്രൈൻ ഗ്ലാൻഡിന്റെ സെക്രീഷൻസ് എന്ന് പറഞ്ഞാൽ ദേ ആർ കോൾഡ് ജ്യൂസസ് എന്ന് പറയും അല്ലെ. നമ്മുടെ ഡൈജസ്റ്റീവ് ജ്യൂസസ് ഡിഫറെന്റ് ജ്യൂസസ് എന്ന് പറയും. ഏതിന്റെ സെക്രീഷൻ ആണ്? അതായത് നമ്മുടെ ഡൈജസ്റ്റീവ് ഗ്ലാൻസ്, പിന്നെ സെബേഷ്യസ് ഗ്ലാൻസ്, സ്വെറ്റ് ഗ്ലാൻസ്, അങ്ങനെയുള്ള എക്സോക്രൈൻ ഗ്ലാൻഡിന്റെ സെക്രീഷൻ നമ്മൾ ജ്യൂസസ് എന്ന് പറയും. ഓക്കെ, അപ്പൊ എൻഡോക്രൈൻ ഗ്ലാൻഡിന്റെ സെക്രീഷനെ നമ്മൾ എന്താണ് പറയുന്നത്? ഹോർമോൺസ് എന്ന് പറയും. ബിക്കോസ് ദേ ആർ സെക്രീറ്റഡ് ഡയറക്ട്ലി ടു അവർ ബ്ലഡ്, സോ ദേ ആർ കോൾഡ് ഹോർമോൺസ് അല്ലെങ്കിൽ കെമിക്കൽ മെസ്സഞ്ചേഴ്സ്. നമ്മൾ കേട്ടിട്ടുണ്ട്, ഡിഫറെന്റ് ഹോർമോൺസ് കേട്ടിട്ടുണ്ട്, T3, T4, പിന്നെ നമ്മൾക്ക് വളരെ കോമൺ ആയിട്ടുള്ളത് ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, അങ്ങനത്തെ ഡിഫറെന്റ് ഗ്രോത്ത് ഹോർമോൺസ്. ഇതൊക്കെ നമ്മുടെ ഗ്രോത്തിനും മെറ്റബോളിസത്തിനും ഒക്കെ സഹായിക്കുന്നതാണ് ഈ ഹോർമോൺസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിന്റെ ഒരു ആക്ഷൻ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ദേ ആർ കെമിക്കൽ മെസ്സഞ്ചേഴ്സ്, ദേ ആർ റിലീസ്ഡ് ഡയറക്ട്ലി ടു അവർ ബ്ലഡ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എൻഡോക്രൈൻ സിസ്റ്റം ആണ്. എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇത്രയും മനസ്സിലായി, ഡീൽസ് വിത്ത് എൻഡോക്രൈൻ ഗ്ലാൻസ്. അപ്പൊ എൻഡോക്രൈൻ ഗ്ലാൻസ് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഹോർമോൺസ്, പിന്നെ ഹോർമോൺസിന്റെ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ അതിന്റെ ഹൈപ്പർ സെക്രീഷൻസ് കൊണ്ടുണ്ടാകുന്ന മെഡിക്കൽ കണ്ടീഷൻസ്, പിന്നെ അത് റിലേറ്റഡ് ആയിട്ട് ചെയ്യുന്ന പ്രൊസീജിയേഴ്സ്. ഇത്രയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കവർ ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്? ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞേക്കാണ് വാട്ട് ഈസ് എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്നുള്ളത്, അല്ലെങ്കിൽ എൻഡോക്രൈൻ സിസ്റ്റം എന്നുള്ളത്. അപ്പൊ കുറെ ഗ്രൂപ്പ് ഓഫ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ചേരുന്നതാണ് എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത്. സോ എൻഡോക്രൈൻ സിസ്റ്റം ഇസ് എ കോംപ്ലക്സ് നെറ്റ്വർക്ക് ഓഫ് ഗ്ലാൻഡ്സ് ആൻഡ് ഓർഗൻസ്. ഇനി എൻഡോക്രൈൻ സിസ്റ്റം ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ഗ്ലാൻഡ്സ് ദാറ്റ് മേക്സ് ഹോർമോൺസ്. അതായത് ഈ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്രീഷൻസ് അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്ഷൻ ആണ് എന്തെന്ന് പറയുന്നത്? ഹോർമോൺസ് എന്ന് പറയുന്നത് ദേ ആർ കെമിക്കൽ മെസ്സഞ്ചേഴ്സ്. ഇനി ഹോർമോൺസ് ആർ ലൈക്ക് ബോഡീസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. They take message from one part of the body to tell another part of the body to do something important. അപ്പൊ അതായത് നമ്മുടെ ഇപ്പം ഏതെങ്കിലും ഒരു പാർട്ട്, ഒരു ഗ്ലാൻഡ് അത് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പൊ നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡ് T3, T4, TSH എന്നുള്ള ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്താൽ അത് ഫുൾ ബോഡി മെറ്റബോളിസത്തിന് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അത് അതിന്റെ പെർട്ടിക്കുലർ ടാർഗറ്റ് ഓർഗനിൽ പോയി ആക്ട് ചെയ്യും. ഇപ്പൊ ഗ്രോത്ത് ഹോർമോൺ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ പിറ്റ്യൂട്ടറി ആണ്. അപ്പൊ നമ്മുടെ ഗ്രോത്തിനെ കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് ഗ്രോത്ത് സ്റ്റിമുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഗ്രോത്ത് ഹോർമോൺ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്, അതിന്റെ ഒരു ആക്ഷൻ ആണ് പറഞ്ഞേക്കുന്നത്. വാട്ട് ദേ ഡു, ദേ ടേക്ക് മെസ്സേജ് ഫ്രം വൺ പാർട്ട് ഓഫ് ദ ബോഡി, അതായത് ഏത് സ്ഥലത്ത് നിന്നാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ ഗ്ലാൻഡിൽ നിന്ന് അനദർ പാർട്ട് ഓഫ് ദ ബോഡി, അതായത് ടാർഗറ്റ് സെല്ലിൽ എത്തിയിട്ട് ടു ഡു സം ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ. എൻഡോക്രൈൻ ഗ്ലാൻഡ് ഇൻഫ്ലുവൻസസ് എന്തിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു? റീപ്രൊഡക്ഷൻ, മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ ഉപജാപയ പ്രവർത്തനങ്ങൾ എന്ന് പറയും. അതായത് നമ്മുടെ ഓരോ സെല്ലിലും നടക്കുന്ന എനർജി പ്രൊഡക്ഷനും അതിന്റെ കാർബൺ ഡയോക്സൈഡ് റിലീസിങ്ങും ഒക്കെയാണ് മെറ്റബോളിസം എന്ന് പറയുന്നത്. പിന്നെ ഗ്രോത്ത് ആൻഡ് മെനി അതർ ഫങ്ഷൻസ്.
ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടെ പറയാണ്, 2 types ഓഫ് ഗ്ലാൻഡ്സ് ആണുള്ളത്, എക്സോക്രൈനും എൻഡോക്രൈനും. എക്സോക്രൈൻ ഗ്ലാൻഡ് ഞാൻ നേരത്തെ പറഞ്ഞു, ദേ ആർ ഡക്റ്റഡ് ഗ്ലാൻഡ്സ്. അതിന്റെ സെക്രീഷൻസ് എപ്പോഴും ഒരു ഡക്റ്റ്, ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു കുഴലിൽ, ഒരു ഡക്റ്റിൽ കൂടാണ് പോകുന്നത്. സോ ദേ ആർ ഡക്റ്റഡ് ഗ്ലാൻഡ്സ്. ഇനി എക്സോക്രൈൻ ആണെങ്കിലോ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്, ഡക്ട്ലെസ് ആണ്. അവിടെ എന്തെങ്കിലും ഡക്റ്റോ എന്തെങ്കിലും ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ഏരിയയിൽ കൂടെ അല്ല, ഡയറക്ട്ലി ദേ പോർ ഡയറക്ട്ലി ഇൻ ടു ദ ബ്ലഡ്. അപ്പം എക്സോക്രൈനിന് എക്സാമ്പിൾ ആണ് സ്വെറ്റ് ഗ്ലാൻഡ്, സലീവറി ഗ്ലാൻഡ്, ടിയർ ഗ്ലാൻഡ്, സെബേഷ്യസ് ഗ്ലാൻഡ്. ടിയർ ഗ്ലാൻഡ് നമുക്കറിയാം, കണ്ണുനീര്. നമ്മൾ നമ്മുടെ സ്കിൻ ആൻഡ് ഇറ്റ്സ് അപ്പൻഡേജസ് പറഞ്ഞപ്പോൾ ടിയർ ഗ്ലാൻഡ് ഒക്കെ പറഞ്ഞു, അതിൻ്റെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. പഞ്ചം, അവിടെ ഒരു ഓപ്പണിംഗ് വരുന്നുണ്ട്, അതെല്ലാം പറഞ്ഞു. അപ്പം അതിന് ഒരു ചെറിയ ഒരു ഡക്റ്റിലൂടാണ് അതിന്റെ സെക്രീഷൻസ് വരുന്നത്. ഇനി ഡക്ട്ലെസ് ഗ്ലാൻഡ്സ്, ദ സെക്രീറ്ററി പ്രോഡക്ട്സ് ഓഫ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആർ കോൾഡ് ഹോർമോൺസ്. അപ്പൊ എൻഡോക്രൈൻ ഗ്ലാൻഡിന്റെ സെക്രീഷനെ പറയുന്നത് ഹോർമോൺസ് ആണ്, ദാറ്റ് ആർ സെക്രീറ്റഡ് ഡയറക്ട്ലി ഇൻ ടു ദ ബ്ലഡ് ആൻഡ് ക്യാരിഡ് ഔട്ട് ത്രൂ ഔട്ട് ദ ബോഡി വേർ ദേ ഇൻഫ്ലുവൻസ് ഓൺലി ദോസ് സെൽസ് ദാറ്റ് ഹാവ് റിസെപ്റ്റർ സൈറ്റ്സ് ഫോർ ദാറ്റ് ഹോർമോൺസ്. അതായത് ഇതിന്റെ ആക്ഷൻ എങ്ങനെയാന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്റിറോൺ പോലത്തെ റീപ്രൊഡക്റ്റീവ് ഹോർമോൺസ്, ഗൊണാഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ്, അതിന്റെ ആക്ഷൻ എപ്പോഴും അതിന്റെ ടാർഗറ്റ് സൈറ്റിലാണ് ഉള്ളത്. അപ്പൊ ആ ഹോർമോൺസിന്റെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എ ലോക്ക് ആൻഡ് കീ മെക്കാനിസം ആണ്. എവിടാണോ അതിന്റെ റിസപ്റ്റർ ഉള്ളത് അവിടെയാണ് ഈ ഹോർമോൺസ് പോയി ആക്ട് ചെയ്യുന്നത്. നമുക്കൊരു ലോക്ക് ആൻഡ് കീ പോലെ, നമുക്കറിയാം ഒരു കറക്റ്റ് ആയിട്ടുള്ള കീ വന്നാലേ ആ ലോക്കിലെ ആ ഒരു സോക്കറ്റിലേക്ക് കറക്റ്റ് കീ വന്നാലാണ് അതിന്റെ ആക്ഷൻ സുഗമാവുന്നത്. അതുപോലെ ഇതും ഒരു ലോക്ക് ആൻഡ് കീ മെക്കാനിസം ആണ്. ഏത് സ്പെസിഫിക് ടാർഗറ്റ് ഓർഗനിലാണോ അതിന്റെ റിസപ്റ്റർ ഉള്ളത് അവിടെ വന്ന് ബൈൻഡ് ചെയ്യും. അപ്പൊ അതാണ് ഹോർമോൺസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്.